Hi friends, Discovery പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ Canon 1500D എന്ന് പറഞ്ഞ ക്യാമറയിലുള്ള മെനു സെറ്റിംഗ്സിനെ കുറിച്ചാണ്. ഇതിലെ മെനുവിൽ ഒരുപാട് സെറ്റിംഗ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ തന്നെ ചെറിയ സംശയങ്ങളുണ്ടാവും ഈ മെനുവിലെ സെറ്റിംഗ്സ് എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെറ്റിംഗ്സ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ബട്ടൺസിനെ കുറിച്ചൊക്കെ തന്നെ സംസാരിച്ചിരുന്നു. അതിന് തൊട്ട് മുന്നൊരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ക്യാമറയെക്കുറിച്ചുള്ള റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മെനുവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നിക്കോണിലും സോണിയിലുള്ള പോലെ തന്നെ ബുദ്ധിമുട്ടേറിയ മെനു അല്ല ആക്ച്വലി കാനോൺ ക്യാമറയിൽ വന്നിട്ടുള്ളത്. വളരെ യൂസർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേംസ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോയി നോക്കാം. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇമേജ് ക്വാളിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റോ പ്ലസ് ലാർജാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇമേജ് ക്വാളിറ്റിയുടെ കാര്യം എങ്ങനെയൊക്കെയാണ്, ഡിഫറൻറ്റ് വെറൈറ്റി ഓഫ് ഇമേജ് ക്വാളിറ്റി, അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ആ സെറ്റിംഗ് തന്നെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ തൊട്ട് താഴെ ബീപ്പ് സൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് എനേബിൾ ചെയ്യണം, ഡിസേബിൾ ചെയ്യണം. ഫോക്കസ് ചെയ്യുന്ന സമയത്തൊക്കെ അതിന് ബീപ്പ് സൗണ്ട് വരാറുണ്ട്. എനേബിൾ ചെയ്യണം, ഡിസേബിൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള സെറ്റിംഗ്സാണ് താഴെ വന്നിട്ടുള്ളത്. റിലീസ് ഷട്ടർ വിത്തൗട്ട് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം എന്ന് പറയുകയാണെങ്കിൽ വിത്തൗട്ട് കാർഡ് നമ്മൾ മെമ്മറി കാർഡ് ഇടാതെ തന്നെ നമ്മുടെ ഷട്ടർ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാൻ, ഡിസേബിൾ ചെയ്യാം. അത് എനേബിൾ ചെയ്യുന്നതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്പോസ് മെമ്മറി കാർഡ് ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രിവ്യൂ ഒക്കെ ഓഫ് ആണെങ്കിൽ, നമ്മൾ ഈ ഫോട്ടോയുടെ പ്രിവ്യൂ ഓഫ് ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആക്സിഡൻ്റ് ഷട്ടർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ഫോട്ടോ സേവ് ആവില്ല എന്നുള്ളതാണ് പൊതുവെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്. സോ അതൊക്കെ ഡിസേബിൾ ചെയ്തിടുന്നതാണ് നല്ലത് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഒരു പ്രൊഫഷണൽ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ എന്ത് പരിപാടി കവർ ചെയ്യുകയാണെങ്കിലും അത് ഓഫ് ചെയ്തിടുന്നതാണ് നല്ലത്. ഓക്കെ, തൊട്ട് താഴെ ഇമേജ് റിവ്യൂ, ഫോട്ടോ എടുത്തുടനെ പ്രിവ്യൂ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്തിടാം. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ സമയത്തിനനുസരിച്ച് ചെയ്യാം, ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ തന്നെ അതാണ് ഇമേജ് റിവ്യൂ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. തൊട്ട് താഴെ പെരിഫറൽ ഇലുമിനേഷൻ കളക്ഷൻ, അഥവാ ഈ പെരിഫറൽ ഇലുമിനേഷൻ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ JPEG ഫോർമാറ്റിലാണെങ്കിൽ നമ്മുടെ ഫോട്ടോയുടെ 4 പുറത്തായിട്ട് ഒരു ഡാർക്ക് കളർ, 4 സൈഡിലായിട്ട് ഡാർക്ക് കളർ വരുന്നുള്ളൊരു പ്രശ്നം പൊതുവേ കാണാറുണ്ട്. സോ അതിൻ്റെ ഒരു കറക്ഷനെയാണ് നമ്മൾ പെരിഫറൽ ഇലുമിനേഷൻ കറക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വിഗ്നിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു ടേം പോലെ തന്നെ വിഗ്നിറ്റി പോലെ അറിയില്ല, കുറച്ച് കറുത്ത കളർ, സൈഡ് ഫുൾ കറുത്തിട്ടൊരു രീതിയിലുള്ളൊരു പ്രശ്നം വരാറുണ്ട്. അത് നമ്മുടെ ലെൻസിൻ്റെ പൊതുവെയുള്ള പ്രശ്നം കൊണ്ടാണ്, ലെൻസിലുള്ള ഒപ്റ്റിക്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആക്ച്വലി പെരിഫറൽ ഇലുമിനേഷൻ കറക്ഷൻ ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് തേർഡ് പാർട്ടി ലെൻസുകൾക്ക് പൊതുവേ ഒരു പ്രശ്നം കാണാറില്ല എങ്കിൽ കൂടി നമുക്ക് ആ സംഗതി എനേബിൾ ചെയ്തിരുന്നതാണ് നല്ലത്. നമ്മൾ യൂസ് ചെയ്യുന്നത് കാനോണിൻ്റെ ലെൻസുകൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്തിരുന്നതിനാണ് നല്ലത്. നമ്മുടെ ലെൻസിനനുസരിച്ചിട്ടാണ് ആ ഒരു കറക്ഷൻ നടക്കുന്നത്. അവിടെ ഓരോ ലെൻസിനനുസരിച്ചിട്ടാണ് ഓരോ രീതിയിലാണ് കറക്ഷൻ നടക്കുന്നത്. സോ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. തൊട്ടതാണ് നോക്കുകയാണെങ്കിൽ റെഡ് ഐ റിഡക്ഷൻ, നമ്മുടെ ഫ്ലാഷ് അടിക്കുന്ന സമയത്ത് കണ്ണിലൊരു ചുവന്ന കളർ വരുന്നുള്ളൊരു പ്രശ്നം കാണാറുണ്ട് പൊതുവെ. അത് റിഡ്യൂസ് ചെയ്യുന്നത് തൊട്ട് താഴെ ഫ്ലാഷ് കൺട്രോളിനെ കുറിച്ചാണ്, ഫ്ലാഷിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു മെനുവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പേജിൽ വന്നിട്ടുള്ളത് എക്സ്പോഷർ കോമ്പൻസേഷൻ്റെ കാര്യമാണ് വന്നിട്ടുള്ളത്. തൊട്ട് താഴെ ഓട്ടോ ലൈറ്റിംഗ് ഒപ്റ്റിമൈസർ. ഈ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഓട്ടോ ലൈറ്റിംഗ് ഒപ്റ്റിമൈസർ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്തതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ ഓട്ടോ ലൈറ്റിംഗ് ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. ഓക്കെ, തൊട്ട് താഴെ മീറ്ററിംഗ് മോഡ് നമ്മൾ പറഞ്ഞതുപോലെ സെൻട്രൽ വെയ്റ്റഡ് മീറ്ററിംഗ്, ഓരോരോ ടൈപ്പ് മീറ്ററിംഗ് പറഞ്ഞിട്ടുണ്ട്. പാർഷ്യൽ മീറ്ററിംഗ്, ഇവാലുവേറ്റഡ് മീറ്ററിംഗ്. നമ്മൾ നിക്കോണിലൊക്കെ ആണെങ്കിൽ സെൻട്രൽ വെയ്റ്റഡ് മീറ്ററിംഗ്, സ്പോട്ട് മീറ്ററിംഗ്, മെട്രിക്സ് മീറ്ററിംഗ് ഒക്കെയാണ് യൂസ് ചെയ്യുക. ഇവിടെ ടേംസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സംഗതി സെയിം ആണെങ്കിലും പേരിൽ വ്യത്യാസമുണ്ട്. അതാണ് കാനോണും നിക്കോണും വ്യത്യാസം വരുന്നത്. തൊട്ട് താഴെ കസ്റ്റം വൈറ്റ് ബാലൻസ് നമുക്ക് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് കസ്റ്റം വൈറ്റ് ബാലൻസ് സെറ്റിംഗ്സ്. ഇവിടെ വൈറ്റ് ബാലൻസിൻ്റെ അല്ലെങ്കിൽ ബ്രാക്കറ്റിംഗ്, വൈറ്റ് ബാലൻസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബ്രാക്കറ്റിംഗ്, അതിനെ കുറിച്ചിട്ടുള്ള സെറ്റിംഗ്സാണ് തൊട്ട് താഴത്തായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ നമ്മുടെ ഒരു ഹിസ്റ്റോഗ്രാമൊക്കെ വന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്ക് ഓക്കെ, അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വൈറ്റ് ബാലൻസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബ്രാക്കറ്റിംഗ്, വൈറ്റ് ബാലൻസിൻ്റെ ഷിഫ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. തുടരാതെ കളർ സ്പേസ് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കളറിൻ്റെ എമൗണ്ടിനെ അല്ലെങ്കിൽ ആ ഒരു റീപ്രൊഡ്യൂസിബിൾ കളറിൻ്റെ എമൗണ്ടിനാണ് നമ്മൾ കളർ സ്പേസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ sRGB ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അഡോബി RGB നമുക്ക് അവൈലബിൾ ആണ്. sRGB യിലാണ് നമ്മൾ സാധാരണ എടുക്കാറ്. അഡോബി RGB എടുക്കാം. ഓക്കെ, തൊട്ട് താഴെ പിക്ചർ സ്റ്റൈൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പിക്ചർ സ്റ്റൈലിൻ്റെ കാര്യം. സ്റ്റാൻഡേർഡ്, ന്യൂട്രൽ, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് പോലുള്ള ഡിഫറൻറ്റ് പിക്ചർ സ്റ്റൈൽസ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണെന്ന് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡസ്റ്റ് ഡിലീറ്റ് ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൊട്ട് താഴെ ISOയുടെ കാര്യം, അതാണ് തേർഡ് മെനു വന്നിട്ടുള്ളത്. ചെറിയൊരു മെനു ആണ് തേർഡ് മെനു. ISO പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇടാം. മാക്സിമം ISO 6400 ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ISO സെറ്റിംഗ്സ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്.
തൊട്ട് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ലൈവ് വ്യൂ ഷൂട്ടിംഗ് ആണ് ഇവിടെ ചെയ്ത് വെക്കുന്നത് കാര്യം. നമ്മുടെ ലൈവ് വ്യൂ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണതിനെ കുറിച്ച് ഇവിടുത്തെ AF മെത്തേഡ് നമുക്ക് ഓരോ രീതിയിലുള്ള മെത്തേഡുകൾ അവൈലബിൾ ആണ്. ഓട്ടോ ഫോക്കസിൻ്റെ രീതി, എവിടേക്ക് നമ്മുടെ എന്ത് വേണം, ഫോക്കസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റിംഗ് ചെയ്തിട്ടുള്ള ഓട്ടോ ഫോക്കസ് മെത്തേഡാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. തൊട്ട് ഗ്രിഡ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രിഡ് അഥവാ ലൈനായിട്ട് നമ്മുടെ ഫോട്ടോ നമ്മുടെ ഡിസ്പ്ലേ വരുന്നതിനാണ് ഗ്രിഡ് ഡിസ്പ്ലേ പറയുന്നത്. നമ്മൾ റൂൾ ഓഫ് തേർഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രിഡ് ഡിസ്പ്ലേ യൂസ് ചെയ്യാറുണ്ട്. തുടർന്ന് ആസ്പെക്ട് റേഷ്യോ നമ്മൾ പറഞ്ഞു 1:1, 4:3, 3:2, 16:9 എന്നിങ്ങനെ 4 ആസ്പെക്ട് റേഷ്യോയിൽ ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ മീറ്ററിങ്ങിന് എടുക്കുന്ന ടൈമിനെ കുറിച്ച് നമുക്ക് ഈ ആ ടൈമറിനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 60 സെക്കൻഡ്സ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ടിട്ടുള്ളത്. അടുത്ത മെനു വന്നിട്ടുള്ള പ്ലേ ബാക്ക് മെനു ആണ്. നമ്മുടെ പ്രൊട്ടക്ട് ഇമേജസ് നമുക്ക് ഇമേജ് വേണമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ, ഇറേസ് ചെയ്യാൻ, പ്രിൻറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് ഫോട്ടോ ബുക്ക് സെറ്റപ്പ്, പിന്നെ ക്രിയേറ്റീവ് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് ഇമേജ് റീസൈസ് ചെയ്തതിന് വേണ്ടിയിട്ട് അത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ ഈസി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോഗ്രാം ഡിസ്പ്ലേ അഥവാ ബ്രൈറ്റ്നസിൻ്റെ ഹിസ്റ്റോഗ്രാം ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളത്. തൊട്ടാണ് ഇമേജ് ജമ്പ് അല്ലെങ്കിൽ ഇമേജ് നമ്മുടെ ഈ ഒരു ഡയറി തിരിക്കുന്ന സമയത്ത് ഒരു വട്ടം തിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇമേജ് നീങ്ങണമെന്നുള്ളതാണ് ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു വണ്ണം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന 1 ആണ്. അപ്പോൾ ഒറ്റ ഇമേജ് തിരിയും, അതാണ് 1 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിടാം. അപ്പോൾ ഒരു തിരിയിൽ തന്നെ ഒരു 3-4 ഇമേജൊക്കെ ഒന്നിച്ചങ്ങോട്ട് തിരിയും. ഓക്കെ, അങ്ങോട്ട് നീങ്ങും. അതാണ് ഇമേജ് ജമ്പിൻ്റെ കാര്യം. പിന്നെ താഴെ സ്ലൈഡ് ഷോ, പിന്നെ റേറ്റിംഗ്, നമുക്ക് ഫോട്ടോ റേറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റാറൊക്കെ ഇട്ടിട്ട്, അതാണ് റേറ്റിങ്ങിൻ്റെ കാര്യം. ഇവിടെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പവർ ഓഫ്, ഓട്ടോമാറ്റിക്കായിട്ട് പവർ ഓഫ് ചെയ്യുന്ന എത്ര സെക്കൻഡിന് ശേഷമാണെന്നുള്ളതാണ്. 30 സെക്കൻഡ്സിന് ശേഷം. ഓട്ടോ റൊട്ടേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മുടെ ഡിസ്പ്ലേ റൊട്ടേറ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ തന്നെയാണ്. താഴെ ഫോർമാറ്റ് കാർഡ്, നമ്മുടെ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. താഴെ ഫയൽ നമ്പറിങ് കണ്ടിന്യൂസ് ആണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഫയലിന് നമ്പർ ഇല്ലേ, നമ്മൾ ഇത്ര 1011 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ ഇടുമല്ലോ, ആ നമ്പറിങ്ങിൻ്റെ കാര്യമാണ് ഫയൽ നമ്പറിങ്ങിനോട് ഉദ്ദേശിക്കുന്നത്. തൊട്ട് താഴെ സെലക്ട് ഫോൾഡർ, പിന്നെ സ്ക്രീൻ കളർ. സ്ക്രീൻ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബ്ലാക്ക് കളർ ഇട്ടിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ട് അവൈലബിൾ ആണ്. സോ കാണാൻ കുറച്ച് നല്ലത് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആണ്. ജസ്റ്റ് ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്യുകയാണ്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ LCD ബ്രൈറ്റ്നസ്, LCD മോണിറ്ററിൻ്റെ ബ്രൈറ്റ്നസിൻ്റെ കാര്യം, പിന്നെ LCD എപ്പോഴാണ് ഓഫ് ആവേണ്ടതെന്നുള്ള കാര്യം. ഷട്ടർ ഹാഫ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വ്യൂ ഫൈൻഡർ വഴി നോക്കുകയാണെങ്കിൽ തന്നെ LCD ഓഫ് ആവുന്നുള്ളതാണ്. അത് പിന്നെ ഈ ഒരു ക്യാമറ നമ്മളെ ബാധിക്കുന്നില്ല LCD ഓഫ് ആവുന്ന കാര്യം. ടച്ച് ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സെൻസർ ഉണ്ടാവും ഇവിടെ, അതിനനുസരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും നമ്മൾ വ്യൂ ഫൈൻഡർ വഴി നോക്കുന്ന സമയത്ത്. ഡേറ്റ് ടൈം സോണ്, ലാംഗ്വേജിൻ്റെ കാര്യം, പിന്നെ ക്ലീൻ മാനുവലി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇത് തുറന്നു തരും, മെക്കാനിക്കൽ ഷട്ടർ തുറന്നു തന്നിട്ട് നമുക്ക് മാനുവലി ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കണം ആ സമയത്തൊക്കെ തന്നെ. അപ്പോൾ മാനുവലി ക്ലീൻ ചെയ്യുന്നതിൻ്റെ കാര്യമാണ്. പിന്നെ ഫ്യൂച്ചർ ഗൈഡിൻ്റെ കാര്യം, ഗൈഡ് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സെറ്റിങ്സ് മാറ്റുമ്പോഴൊക്കെ തന്നെ ഗൈഡ് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നോക്കി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചർ ഗൈഡ്. തൊട്ട് GPS ഡിവൈസ് സെറ്റിങ്സ്, GPS സംബന്ധിച്ചുള്ള സെറ്റിങ്സ്. ഓക്കെ, ക്യാമറയിലില്ല, നമുക്ക് ഡിവൈസ്, നമ്മൾ സ്മാർട്ട് ഡിവൈസ് വെച്ചിട്ട് നമുക്ക് GPS ഇത് എനേബിൾ ആക്കാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത മെനുവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വൈഫൈയുടെ NFC നമ്മൾ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ. കാരണം HDMI കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ NFC ഇതിൽ അവൈലബിൾ ആവില്ല. പിന്നെ സർട്ടിഫിക്കേഷൻ ലോഗോ ഡിസ്പ്ലേ, പിന്നെ കസ്റ്റം ഫംഗ്ഷൻസ്, നമ്മൾ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിൻ്റെ ഡിസ്പ്ലേ, പിന്നെ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ, പിന്നെ നമ്മുടെ സെറ്റിംഗ്സ് ഒക്കെ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലിയർ സെറ്റിംഗ്സ്, പിന്നെ നമ്മുടെ ഫേംവെയർ വേർഷനാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. ആവശ്യമാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം പുതിയ വേർഷൻ വരുന്നതിനനുസരിച്ചിട്ട്. അത്രയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. തൊട്ടടുത്ത് നമ്മുടെ മൈ മെനു സെറ്റിംഗ്സ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി സെറ്റിംഗ്സ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് മൈ മെനു സെറ്റിംഗ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ കാനോൺ ക്യാമറയിലുള്ള. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ക്യാമറ 1500D എന്ന് പറഞ്ഞ ക്യാമറയാണ്. ബാക്കി ക്യാമറകളിലൊക്കെ തന്നെ ഈ സെറ്റിംഗ്സ് ഒക്കെ തന്നെ ആയിരിക്കും ഏകദേശം. എങ്കിലും മോഡൽ കൂടുന്നതിനനുസരിച്ചിട്ട്, കൂടുതൽ ഹൈ എൻഡ് ആവുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കൂടുതൽ ടേംസ് അതിൽ വരുന്നുള്ളതാണ്. കൂടുതൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ സെറ്റിംഗ്സ് ഒക്കെ തന്നെ അതിൽ വരുന്നുള്ളതാണ് വ്യത്യാസമുള്ളത്. ബേസ് ലെവൽ, ഒരു ബേസ് കാനോൺ ക്യാമറയിലുള്ള സെറ്റിംഗ്സാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ അത്യാവശ്യം ഇപ്പോൾ സോണി ക്യാമറയുടെ ഒരു നമ്മൾ ചെയ്തിരുന്നു 6000 എന്ന് പറഞ്ഞ ക്യാമറയുടെ ഒരു മെനു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ ഒരു മെനു ഒരു 22 മിനിറ്റോളം വീഡിയോ, ആ ഒരു മെനു കണ്ടറിയുണ്ടാവും. ഒരുപാട് ഒരു ലോഡ് കാര്യം നമുക്കതിൽ പറയാനുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർന്നു. വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഒരു കാനോൺ ക്യാമറയുടെ മെനുവിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ക്യാമറയുടെ മെനുവിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എല്ലാ ടൈപ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. നമ്മൾ അറിയുന്നത് പോലെയൊക്കെ തന്നെ തീർച്ചയായിട്ടും. ഇതിപ്പോൾ മനസ്സിലാവാത്ത ടൈപ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ടൈംസേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് മനസ്സിലാവുന്ന ഒരു മെനു തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റിംഗ്സ് ഒക്കെ തന്നെ വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോണി ക്യാമറയുടെ കാര്യം നിക്കോണിൻ്റെ കാര്യം പോലെയല്ല, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ചെയ്യാൻ പറ്റുന്ന സെറ്റിംഗ്സാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. സോ അത്രയാണ് Canon 1500D എന്ന് പറഞ്ഞ ക്യാമറയുടെ. ഏതൊരു ക്യാമറയ്ക്കും നോക്കാം. അപ്പോൾ അതാണ് പറഞ്ഞത്, ബേസ് ലെവലിലുള്ള ഒരു ക്യാമറയുടെ റിവ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. സോ അത്രയാണ് ഈ ഒരു ക്യാമറയുടെ മെനുവിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത് Canon 1500D എന്ന് പറഞ്ഞ ക്യാമറയിലെ മെനു സെറ്റിംഗ്സിനെ കുറിച്ചാണ്.
അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സോണി, നിക്കോൺ പോലുള്ള ക്യാമറകളുടെ മെനുവിൻ്റെ അത്ര ഒരു കോംപ്ലക്സ് അല്ല കാനൺ ക്യാമറകളുടെ മെനു. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന മെനുവാണ് കാനൺ ക്യാമറകളുടേത്. ഇപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, വളരെ കുറച്ച് ടേംസൊക്കെ നമുക്ക് ഫിമിലിയർ അല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം തന്നെ സ്ട്രേറ്റ് ഫോർവേഡാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന സെറ്റിങ്സ്, അതിൻ്റെ പേരുകളും ഒക്കെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് യൂസർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള, ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ഒക്കെ തന്നെയാണ് കാനണിൽ വന്നിട്ടുള്ളത്. സോണിയിലും നിക്കോണിലും അങ്ങനെയല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക, നമ്മൾ അറിയുന്ന പോലെയൊക്കെ തന്നെ തീർത്തിരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.